ആദ്യ കാലങ്ങളിൽ 2 കൃഷി ചെയ്യാമായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഒരു കൃഷിയുള്ളൂ. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവായിട്ട് ഒറ്റ കൃഷി നടക്കുന്നു. ഒറ്റ കൃഷി നടക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മുട്ടുകാട്, ഇടുക്കിയിലെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിലാണ്. വർഷങ്ങളായി തന്നെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിലും ഇവിടുത്തെ കർഷകർ നെൽകൃഷി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള കർഷകൻ ശ്രീ ഷാജി. വീട്ടുകാരൻ്റെ ഏട്ടാ? വീട് ഇഞ്ചപ്പുഴ. എങ്ങനെയാണ് ഇവിടുത്തെ നെൽകൃഷിയൊക്കെ? നെൽകൃഷി കുഴപ്പമില്ല. 100 കർഷകർ ഉണ്ട് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായിട്ട് ഈ പാടശേഖരത്തില് നെൽകൃഷിയൊക്കെ നടക്കുന്നുണ്ട്? ഒരു വർഷങ്ങളായിട്ട് ഉള്ള 60 വർഷമായിട്ട് ചെറുതായിട്ട് കൃഷി. അന്ന് ഇവിടേക്ക് വന്നിട്ട് എത്ര നാളായി? ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇവിടെ കൃഷി കാണുന്നു അല്ലേ? ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വർഷത്തിൽ എത്ര തവണ കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു? ആദ്യ കാലങ്ങളിൽ 2 കൃഷി ചെയ്യാമായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഒരു കൃഷിയുള്ളൂ. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവായിട്ട് ഒറ്റ കൃഷി നടക്കുന്നു. ഒറ്റ കൃഷി നടക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ വളഞ്ഞു കിടക്കുന്ന പാടമൊക്കെ ഏത് തരം നെല്ല? ഇത് മട്ട. ഇപ്പൊ അങ്ങ് മട്ട കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. മട്ടയുടെ ഒരു കൃഷിയും അതിന്റെ വിളവെടുപ്പും ഒക്കെ എത്ര നാൾ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ? ഇത് 6 മാസം വേണ്ടി വരും. മട്ട 6 മാസം വേണ്ടി വരും. ബിരിയാണി റൈസ് ഉണ്ട്, അത് 4 മാസം കൊണ്ട്. ബിരിയാണി റൈസ് ചെയ്യുന്നുണ്ട്? ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. കണ്ടങ്ങാരെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബിരിയാണി ഈ പഴയതുപോലെ നമുക്ക് വളപ്രയോഗമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ? വേണം, വളവും മരുന്നും വേണം, അല്ലാതെ ശരിയാകത്തില്ല. ഇപ്പൊ എന്ത് വിലക്കാ നമ്മൾ കൊടുക്കുന്നത്? നെല്ല് കൊടുക്കുന്നത് ഞാനൊന്നും കൊടുക്കാറില്ല. എന്റെ സ്വന്തം ആവശ്യത്തിനാണ്. ഇപ്പൊ കൂടുതൽ കർഷകർ ഇവിടെ സ്വന്തം ആവശ്യത്തിനുള്ള കൃഷി നിലനിർത്തിക്കൊണ്ട് പോകും. അപ്പൊ ഈ ബിരിയാണി റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൊടുക്കണ്ടേ? അത് കുറെ അത്യാവശ്യം അവരവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ബിരിയാണി റൈസ് ചെയ്യാം. കേട് കൂടുതൽ അതിൽ. അത് ശരി. ഈ തോണക്കം ചെയ്തിട്ട് മൊത്തം കേടായിരുന്നു. അതുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി. നെൽകൃഷിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ? ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പൊ യന്ത്രം വെച്ചിട്ടാണ് ഇവിടെ കൊയ്ത്ത് നടക്കുന്നത്. അതാണ് പ്രത്യേകത. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിലാളികളെ കിട്ടും. ഇപ്പൊ തൊഴിലാളികളുടെ ലഭ്യതക്കുറവുണ്ട്. ഇപ്പൊ അങ്ങിപ്പോ എത്ര വർഷമായിട്ട് നടത്തുന്നുണ്ട് നെൽകൃഷി? ഞാൻ ഒരു 25 വർഷമായിട്ട് നെൽകൃഷി ചെയ്യുന്ന ആളാണ്. എന്തായാലും നമ്മള് നെൽകൃഷി തുടരും. നല്ല നല്ലൊരു കഞ്ഞി കുടിക്കുക. ഇപ്പൊ ഈ 100 കർഷകർ എന്ന് പറയുന്ന ഓരോ കർഷകർക്ക് എത്രത്തോളം കൃഷിയിടം ഉണ്ടാവും? ചിലവർക്ക് 1 ഏക്കർ, 2 ഏക്കർ, അര ഏക്കർ, പല രീതിയിൽ. ഈ മട്ടേരിയുടെ പ്രത്യേകത എന്താ ഗുണം? അതിന്റെ മട്ടേരി നല്ല ചോറാണ്, കാര്യങ്ങൾ കുഴപ്പമില്ല ആഹാരം കഴിക്കാൻ. വെള്ളം എന്തോരം ആള് വേണ്ടി വരും ഈ കൃഷിക്ക്? കൃഷിക്ക് ഒരു 4 മാസം മിച്ചം വെള്ളം വേണ്ടി വരും. 4.5 മാസത്തോളം വെള്ളം വേണ്ടി വരും. 6 മാസം കൊണ്ട് നമുക്ക് കൊയ്യാം. 6 മാസം കൊണ്ട് കൊയ്യാം.